യോ വാട്ട് ഇസ് അപ്പ് ഗായ്സ്, വീണ്ടും നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗായ്സ്, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്കിത് പറയാനുള്ള കാര്യം, സ്ഥിരം എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, ഓട്ടോ ലാംഗ്വേജ് അല്ലെങ്കിൽ ഓട്ടോ ഡബ് അത് ഓഫാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മലയാളത്തിൽ കേൾക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയാണ്. ഗായ്സ്, ഇന്നത്തെ വീഡിയോ റിവ്യൂ എന്ന് പറഞ്ഞാൽ, സിനിമ റിവ്യൂ എന്ന് പറഞ്ഞാൽ നോബഡി 2ന്റെ റിവ്യൂ ആണ്. ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഇപ്പോൾ OTT വന്നിട്ടാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടത്. എന്തായിരുന്നാലും OTT വന്ന ശേഷം നോബഡി 2 കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരു രക്ഷയില്ല. പെട്ടെന്ന് തന്നെ ക്വിക്ക് റിവ്യൂ പറയാം. സിനിമ എങ്ങനെയാണോ ചോദിച്ചു കഴിഞ്ഞാൽ നോ രക്ഷ, കിടിലം, ഫൈറ്റും കാര്യങ്ങളെല്ലാം കിടിലാണ്. പക്ഷേ നോബഡി 1 വെച്ച് നോക്കുമ്പോഴേക്കും എന്താ പറയുക, ഇതൊരു കംപ്ലീറ്റ് ഒരു ഡിഫറെന്റ് ഒരു ടൈപ്പ് സിനിമയാണ്. നോബഡി 1 എന്ന് പറഞ്ഞാൽ അതൊരു മാസം എന്ന അടി വെടി പോകാൻ ഒരു സിനിമയാണ്. പക്ഷേ ഇതിൽ ഇല്ലെന്നല്ല, ഇതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എന്ന് ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഒരു സെറ്റപ്പാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായിരുന്നാലും ഈ പടത്തിന്റെ പേസിന് കുറവോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ടോപ്പാണ്. എന്ന് വെച്ചാൽ 1.5 മണിക്കൂറേ പടമുള്ളൂ, പെട്ടെന്ന് തന്നെ കാര്യം കഴിയും. ഒരു നല്ലൊരു ഇടി പടം എന്ന് പറയാൻ കണ്ട ഒരു ഫീൽ ഉണ്ടാവും. പിന്നെ അതിൻ്റെ അകത്ത് പറയുമ്പോഴേക്കും സിനിമ എങ്ങനെയുണ്ടോ ഉടനീളം ചോദിക്കുമ്പോഴേക്കും പിന്നെ എന്താ പറയുക, ഈ ഫാമിലി ഒരു ഓറിയന്റ്, ഈ നമ്മുടെ ഹച്ച് ഒരു വെക്കേഷൻ ഉണ്ട്, എന്താ പറയുക, പിള്ളേരെയും കൂട്ടി എല്ലാവരും എന്താ പറയുക, ഭാര്യയും പിള്ളേരെയും കൂട്ടി വെക്കേഷനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നെ ഇത് വെക്കേഷൻ കൂടെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തൊരു കിളവനുണ്ട്. അങ്ങേര് ഒരു ടോപ്പ് നടനാണ് ഇതിൽ. ആ ഒരു കിളവൻ എന്ന് പറഞ്ഞാൽ വെച്ചാൽ ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്റ്റഫർ ലോയിഡാണ്. നമ്മുടെ ബാക്ക് ടു ദ ഫ്യൂച്ചറിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു നടനാണ്. എനിക്ക് അത് 70-80 എന്താ പറയാ, അങ്ങേർക്ക് ഈ ഏജ് ആവണമെന്നാണ് ഞാൻ നോക്കണത്. പണ്ട് കാണുമ്പോഴും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും കാണുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. വെച്ചാൽ ഏജ് അങ്ങേർക്ക് ഹി ഡസൻ ഏജ് എന്നാണ്. പണ്ട് ഒരു 70s ആ ലുക്ക് തന്നെയാണ് ഇപ്പോഴത്തെ ലുക്ക്. പിന്നെ ആ കളവൻ കിളിതാണ് ഇവിടുത്തെ ഇതിലൊരു മാസ കഥാപാത്രമാണ്. അവസാനമൊക്കെ ഒരു കളവൻ്റെ ഒക്കെ ഒരു സീനുണ്ട്, അടി വെടി പോക തന്നെയാണ്. പിന്നെ അച്ഛൻ്റെ കാര്യം പറയണ്ട, അച്ഛൻ എന്ന് പറയുമ്പോൾ ഓരോ ഇതില് വിരൽ വെട്ടി കഴിയുന്ന സീനുണ്ട്. എൻ്റെ പൊന്നോ, അത് തന്നെ കേസ് പറയും. എന്തായാലും ഞാൻ പറഞ്ഞതേ വയലന്റ് പടമാണ്. ഞാൻ എപ്പോഴും പറഞ്ഞുള്ളൂ, പിള്ളേർ കാണിക്കാൻ ഒരിക്കലും വയലൻസ് ഒരിക്കലും പിള്ളേർ കാണിക്കില്ല. ഓക്കെ, ഇതിന്റെ ഓഡിയൻസ് മാത്രം ഇരുന്ന് എന്താ പറയുക നിങ്ങൾ കാണുക. പിന്നെ അതിനുശേഷം ഈ ഇതിന്റെ അകത്ത് ഒരു ഇതിന്റെ കൊച്ചിനെ പുറത്ത് അടിക്കുന്ന ഒരു സീനുണ്ട്. ഇതിന്റെ കൊച്ചിൻ ഒരു ചെറിയൊരു ആർക്കേഡ് സെറ്റപ്പിൽ നിന്നിട്ടേ അവിടെ നിന്ന് ചെറിയൊരു പ്രശ്നവും അലമ്പൊക്കെ ആയി. അവിടുത്തെ ഒരു കാർട്ടലിന്റെ ഒരു മോനുമായിട്ടൊക്കെ ചെറിയൊരു എന്താ പറയുക വഴക്ക്, ഇത് മോനുമായിട്ടൊക്കെ ചെറിയ അടിപിടിയൊക്കെ ഉണ്ടാവും. അങ്ങനെ അതിനുശേഷം ഇവര് സെക്യൂരിറ്റി ഇവനെടുത്ത് പുറത്തെറിയും. അത് സെക്യൂരിറ്റി പുറത്തെറിയുമ്പോഴേക്കും ഈ കൊച്ചിന് ആ സെക്യൂരിറ്റി ഒരു അടി വെച്ചു. അപ്പോഴും ഹച്ചിന്റെ ഒരു ലുക്കുണ്ട്, എൻ്റെ പൊന്നോ, നിങ്ങളത് കാണണം. ഹച്ചിന്റെ ഈ ഒരു കൊച്ചിനെ ഒരു തലയ്ക്ക് ഒരു കൊട്ട് കൊടുക്കുമ്പോൾ ഹച്ച് അവനൊരു നോട്ടം നോക്കും, നിന്നെ ഞാൻ എടുത്തോളാന്ന്. എന്നിട്ട് ഹച്ചിനത് സഹിക്കൂല. എന്നിട്ട് പറയും, ഞാൻ എൻ്റെ ഫോൺ അകത്തിരിക്കുകയാണ്, നീ ഒന്ന് പിള്ളേരെല്ലാം വെളി ഇറങ്ങിയിട്ട് പറയും, ഹച്ച് പറയും എൻ്റെ ഫോണൊന്നും അകത്തിരിക്കുകയാണ്, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് പോയിട്ട് എന്താ പറയുക എടുത്തിട്ട് വരാം. ഒരു സ്ലോ മോഷനിലൊരു ഇതുണ്ട്. സ്ലോ മോഷനിൽ വന്നിട്ട് അവനെ ഇടിച്ച് പഞ്ചറാക്കുന്ന പറഞ്ഞാൽ അവൻ ഇടിച്ച് പഞ്ചറാക്കും. അതിനുശേഷം എന്താ പറയുക, ഇതിൻ്റെ അകത്ത് പല മണി ഡീൽസും അതുപോലെ തന്നെ പല ഈ ഒരു വലിയൊരു ടീമിനൊക്കെ ആയിട്ട് വീണ്ടും അടിയുണ്ടാവും. ഈ പോലീസുകാരൊക്കെ തന്നെ ഇതിൻ്റെ അകത്ത് ഇൻസൈഡ് ജോബായിട്ട് എന്താ പറയും അച്ഛനെയൊക്കെ ഹണ്ട് ചെയ്യാനൊക്കെ വരും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എന്താ പറയും ഇതിൻ്റെ അകത്ത് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹച്ചും ആ ഒരു ഫാമിലി ആയിട്ടുള്ള ആ ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അതെന്തായാലും അത്യാവശ്യം ഇതിനകത്ത് കൊള്ളാം. അതിനുശേഷം പിന്നെ ബോട്ടിൻ്റെ അകത്തൊരു സീനുണ്ട്. ബോട്ടിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അകത്തൊരു വിരൽ മുറിക്കുന്ന ഒരു സീനുണ്ട്. അത് പോലീസുകാരൻ ജസ്റ്റ് ഒരു വെട്ടുകെട്ടിനാണ്. അപ്പോഴേക്കും ഇതിനൊരു മീൻ വന്ന് നമ്മളെന്താ എനിക്കെന്താ പറയുക, അത് ഒരു വലിയൊരു കരിമീൻ പോലത്തെ ഒരു മീൻ വന്നു പറയാം, അതിനെ എടുത്തുകൊണ്ട് പോകും ആ വിരൽ. അപ്പം അങ്ങനെ കുറേയൊക്കെ സീനുണ്ട്. പിന്നെ ഹച്ച് എന്തായിരുന്നാലും അതിലെന്താ പറയാ, എന്നിട്ട് ഹച്ചിനടുത്ത് വെള്ളത്തിലെറിഞ്ഞിട്ട് ഹച്ച് തിരിച്ചു വന്നിട്ട് ഇടിച്ച് ഇവന്മാരെന്തൊരു പഞ്ചറാക്കി. എല്ലാവരും പറയും ഇവൻ സാധാ ഒരു ടൂറിസ്റ്റ് അല്ല, എല്ലാവരും പറയും ഒരു സാധാ ടൂറിസ്റ്റ് അല്ല, ഇവൻ ഒരു വലിയൊരു വിടക്ക് സാധനമാണെന്നൊക്കെ പറയും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിനുശേഷം ഇത് ലാസ്റ്റ് ഒരു ടൈം വന്നിട്ട് വാൾ വെച്ചിട്ടൊക്കെ ഒരു വെട്ടുന്ന ഒരു കിടിലം സീനുണ്ട്, ഒരു വാൾ ഫൈറ്റ് പോലത്തെ. അതിൽ പറയും ഈ നെവർ ബ്രിങ് മുഷേറ്റി ടു ദ ഫൈറ്റ്, അങ്ങനെ എന്തോ ഒരു ഷോർട്ട് ഫൈറ്റിൽ അങ്ങനെ ഒന്നുണ്ട്. സാധാ ഇങ്ങനെ ഈ ഒരു പിച്ചാത്തി വെച്ചിട്ടുള്ള പ്രവർത്തനം കൊണ്ടൊന്നും വരില്ല, അങ്ങനത്തെ ഒരു കിടിലം സീനൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. എന്തായിരുന്നാലും ഓവറോൾ സിനിമൈസ് എന്താ പറയാൻ ടോപ്പ് തന്നെയാണ്, കിടിലം തന്നെയാണ്, ഒന്നും പറയല്ല. പക്ഷെ ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ഓറിയന്റഡ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഹച്ച് ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ളൊരു സെറ്റപ്പിലാണ് സിനിമ പോകുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ടിരുന്ന് കാണാമെന്ന് ഞാൻ ഇതിൽ പറയത്തില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു കിടിലം ടൈപ്പ് ഒരു സിനിമ. പിന്നെ ഫസ്റ്റ് സിനിമ വെച്ച് നോക്കുമ്പോഴേക്കും ഫസ്റ്റ് സിനിമ വേറൊരു ലെവലാണ്. അപ്പം അത് വെച്ച് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അയ്യോ ഇതെന്താ ഇങ്ങനെ കുറച്ചൊരു വേറൊരു സെറ്റപ്പിൽ ഒരു മൂഡിൽ പോയില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അതൊന്നും കുഴപ്പമില്ല, അത് അങ്ങനെ കണ്ടാലും
സിനിമയുടെ ഒരു ആസ്വാദത്തിന് അതിനെ കുഴപ്പം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ആ ഒരു ഡിഫറൻസ് മാത്രമേ നിങ്ങൾക്ക് ചിലപ്പോൾ എന്താ പറയുക ഇതിനകത്ത് ഇതൊരു കുഴപ്പമില്ല അങ്ങനെ നമുക്ക് തോന്നത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ അകത്ത് വോൾവോ കാറിന് നല്ല വില ഈ എന്താ പറയുക പരസ്യമൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വോൾവോ കാർ മാത്രമല്ല, അങ്ങനെ കുറേ കാറുകൾ ഇഷ്ടം പോലെയൊക്കെ ഇങ്ങനെ കാർ ഇത് നമ്മൾ ഞാൻ പറഞ്ഞത് ഇതിലൊരു സീനുണ്ട്. കുറേ കറുത്ത കാർ ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ഒരു ഈ മലയാളം അല്ലെങ്കിൽ തമിഴ് ഈ എന്താ പറയുക ഈ നടന്മാർ അല്ലെങ്കിൽ വില്ലന്മാർ വരുന്നൊരു സെറ്റപ്പ് ഉണ്ടല്ല, അതുപോലെ നടുക്കൊരു സെഡാൻ കാറ്, തൊട്ടടുത്ത് വലിയ SUV കാറും എല്ലാം ഫുൾ കറുത്ത കാർ ഒരു സീനുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കണം. അത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ മലയാള സിനിമ വല്ലതും ആണോ നിങ്ങൾക്ക്, മലയാളം അല്ലെങ്കിൽ ഈ ഹിന്ദി സോറി ഈ തമിഴ് പടമാണെന്ന് എന്താ പറയുക നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പം അങ്ങനത്തെ ഒരു കാര്യം. അതിനുശേഷം എനിക്ക് കാർ തോന്നുന്നത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ലാൻഡ് റോവർ ആ സെറ്റപ്പ് അല്ലെങ്കിൽ അത് ലാൻഡ് റോവർ സെറ്റപ്പ് എന്താണെന്ന് തോന്നുന്നത്. ഇതിൽ ആ കറുത്ത SUV കാറ്, പിന്നെ ഇവർ പറഞ്ഞ മെഴ്സിഡീസ് ബെൻസും അങ്ങനത്തെ എന്തൊരു കാരണം. അപ്പോൾ അതെല്ലാം ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. കാണുക, നൈസ് മൂവി, എന്താ പറയുക നൈസ് മൂവി. ഞാൻ ഇത്രയും പറഞ്ഞത് ശരിക്കും പറയാം എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്താ പറയുക ചിലപ്പോൾ ഇനി മറ്റുള്ളവർക്ക് അത് എന്താ പറയുക ഒരുപോലെ എടുത്തൊന്നും വരില്ല. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസ് മൂവി ഓക്കെ. അപ്പോൾ അത്രേ പറയുള്ളൂ. പറഞ്ഞ പോലെ നിങ്ങൾ എന്താ പറയുക മൂവി എന്താ പറയുക സമയം കളഞ്ഞു, സോറി. അപ്പോൾ എന്നാലും പോയി കാണുക. ഇപ്പോൾ ഇപ്പോഴേ പറഞ്ഞുകൊണ്ട് പിള്ളേരെ കാണിക്കരുത്, അടച്ചു വരുന്ന് കണ്ടോ. ദാറ്റ്സ് ഓൾ ഫ്രം നൗ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും നിങ്ങൾക്ക് എന്താ പറയുക എല്ലാവർക്കും പീസ് ഔട്ട് ഗൈസ്, പീസ് ഔട്ട്.